ഹായ്, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് ഈവനിങ്. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ ശബ്ദവും ഒക്കെ തന്നെയാണ് ഈ പരിപാടിയുടെ ആത്മാവും ജീവനും. അപ്പം നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. നല്ലൊരു സായാഹ്നം എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ആശംസിക്കുന്നു. രാത്രി പുലരുകയാണ്. ഈ മണിക്കൂറിൽ നമുക്ക് കുറച്ചധികം വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. അതേസമയം നിങ്ങളുടെ പ്രതികരണങ്ങളും ഇടപെടലുകളുമാണ് ഈ പരിപാടിയുടെ ജീവൻ. അതുകൊണ്ട് തന്നെ പതിവ് പോലെ നമ്പർ സ്ക്രീനിൽ തെളിയുന്നു. നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് ദൃശ്യങ്ങളും വാക്കുകളും ശബ്ദവും ഒക്കെ അയക്കാൻ വേണ്ടിയുള്ള വോയിസ് മെസ്സേജൊക്കെ അയക്കാൻ വേണ്ടിയുള്ള നമ്പർ സ്ക്രീനിൽ തെളിയുന്നു. 6235689337 6235968937 ദൃശ്യങ്ങൾ വാട്സപ്പിൽ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗിക്കാം. വാർത്തകളും പങ്കുവയ്ക്കാം. അതേപോലെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ ഒരു പ്രതികരണ വേദിയുണ്ട്. ഈ ലാൻഡ് ലൈൻ നമ്പർ ഉപയോഗിക്കണം. 048428405110. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിലേക്ക് ഡയറക്റ്റായിട്ട് വിളിക്കാൻ നമ്പർ ഉപയോഗിക്കാം. 048428300510. അപ്പോൾ ഈ രണ്ട് നമ്പറുകൾ കൂടാതെ യൂട്യൂബിൽ 24 വാർത്താ ചാനൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ എഴുതാം. അവിടെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ അഭിപ്രായങ്ങൾ പറന്ന് എൻ്റെ മൊബൈൽ ഫോണിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങളുടെ വിളികളും വാക്കുകളും ഇടപെടലുകളും ഒക്കെ ആയിട്ട് അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടി ആരംഭിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ചോദ്യം ഞാൻ ആദ്യമേ ചോദിക്കുകയാണ്. ഒരു ജില്ലാ കളക്ടറെ വിമർശിച്ചാൽ പണി പോകൂ? തിരുവനന്തപുരത്ത് സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ ചോദിക്കാനുള്ള ഇതേ ചോദ്യമാണ്. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറെ മുറിച്ച ജോയിന്റ് കൗൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയിരിക്കുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് ജില്ലാ കളക്ടർക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു. കുഴിനഖം ചികിത്സിക്കാൻ ജില്ലാ കളക്ടർ ഡോക്ടറെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതായി ജയചന്ദ്രൻ കല്ലിങ്കൽ വിമർശിച്ചു. അങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നാണ് തിരുവനന്തപുരത്തുള്ള ആളുകൾ പറയുന്നത്. ഈ കളക്ടറെക്കുറിച്ച് ഇങ്ങനെ ചില പരാതികൾ ഉയരുന്നുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൗൺസിൽ നാളെ എല്ലാ കളക്ടറേറ്റുകളിലും പ്രതിഷേധം ഉയർത്തുന്നു. തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കെതിരായ KGMOയുടെ വിമർശനങ്ങൾക്ക് പിന്തുണയുമായി ജോയിന്റ് കൗൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കൽ എത്തിയതിന് പിന്നാലെയാണ് വിവാദങ്ങളുടെ തുടക്കം. കുഴിനഖം ചികിത്സിക്കാൻ ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നടപടിയെ ചാനൽ ചർച്ചയിലാണ് ജയചന്ദ്രൻ കല്ലിങ്കൽ വിമർശിച്ചത്. പിന്നാലെയാണ് ദേവസ്വം ബോർഡ് തഹസിൽദാരും ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറിയുമായ ജയചന്ദ്രൻ കല്ലിങ്കലിന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. കളക്ടറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും ജയചന്ദ്രൻ കല്ലിങ്കൽ. വ്യക്തിപരമായി കളക്ടറെയോ അല്ലെങ്കിൽ സംവിധാനത്തിനെയോ ദോഷപ്പെടുത്താൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലല്ല അതിനകത്ത് പങ്കെടുത്തത്. ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി സിവിൽ സർവീസ് സംഘടനയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ചർച്ചയിൽ പങ്കെടുത്തതും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഇല്ലാത്ത കാര്യം ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കുറഞ്ഞുപോയി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച്. അതേസമയം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനെ അസ്വാഭാവിക നടപടിയായാണ് ജോയിന്റ് കൗൺസിൽ കാണുന്നത്. നിരന്തരം സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന കളക്ടറോടാണ് വിശദീകരണം ചോദിക്കേണ്ടത്. സർവീസ് സംഘടനാ ഭാരവാഹികൾക്കെതിരെ ചട്ടങ്ങളെ വളച്ചൊടിച്ച് അച്ചടക്ക ഭീഷണി മുഴക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് ജോയിന്റ് കൗൺസിൽ നിലപാട്. നോട്ടീസ് പിൻവലിക്കും വരെ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി 14 കളക്ടറേറ്റുകളിലേക്കും നാളെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ മറ്റ് സർവീസ് സംഘടനകൾക്കും കടുത്ത അമർഷമാണുള്ളത്. ഭരണാനുകൂല സർവീസ് സംഘടനകൾക്കിടയിൽ പോലും അമർഷം പുകയുമ്പോഴും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ നടപടി പിൻവലിക്കേണ്ടെന്ന നിലപാടിലാണ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. CPI-കാരൻ കൂടിയായ വകുപ്പ് മന്ത്രി ഇതുവരെ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചപ്പോഴൊക്കെ പലതരത്തിലുള്ള വിമർശനങ്ങൾ സർവീസ് സംഘടനാ നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത അസാധാരണ നടപടികളാണ് ഇപ്പോഴുണ്ടാകുന്നത്. സംഘടനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം നടത്തിയ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയുമെല്ലാം IAS-കാരെടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. വിജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കോഴിക്കോട് കോടഞ്ചേരിയിൽ ഡോക്ടറെ ആക്രമിച്ച ആൾക്കെതിരെ പോലീസ് കേസെടുത്തു. കോടഞ്ചേരി സ്വദേശി രഞ്ജുവാണ് ഹോളിക്രോസ് ആശുപത്രിയിലെ ഡോക്ടർ സുസ്മിതിനെ കല്ലുകൊണ്ടിടിച്ച് പരിക്കേൽപ്പിച്ചത്. ഡോക്ടർ നൽകിയ പരാതിയിലാണ് കോടഞ്ചേരി പോലീസിന്റെ നടപടി. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഡോക്ടേഴ്സിനെയൊക്കെ ആക്രമിക്കുന്നത് ഒറ്റപ്പെട്ടതാണെങ്കിലും ഇപ്പോൾ പല സ്ഥലത്തും സംഭവിക്കുന്നു എന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു. അഭിജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പറഞ്ഞോളൂ.
SKN ഏറ്റവും ഒടുവിൽ വന്ന വിവരം പ്രകാരം ഇപ്പോൾ ഈ ആക്രമണത്തിൽ ഈ കോടഞ്ചേരി സ്വദേശിയായ രഞ്ജുവിനെതിരെ കോടഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഡോക്ടറുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നതടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് നിലവിൽ FIR ഇട്ടിരിക്കുന്നത്. പ്രധാനമായും IPC 341, 323, 324, 506, 294B എന്നീ വകുപ്പുകൾ പ്രകാരം ഈ ആക്രമണം നടത്തിയ യുവാവായ രഞ്ജുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ചെറുക്കാനുള്ള വകുപ്പ് കൂടി ചേർത്താണ് നിലവിൽ കോടഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുള്ളത്. അത് ഒരു ജാമ്യം ലഭിക്കാത്ത വകുപ്പ് കൂടിയാണ്. അതിനാൽ ഇയാളെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്നലെ രാത്രിയാണ് SKN ഈ സംഭവം നടക്കുന്നത്. കോടഞ്ചേരിയിലെ ഹോളി ക്രൈസ്റ്റ് ആശുപത്രിയിലേക്ക് ചികിത്സ തേടിയാണ് ഈ യുവാവ് എത്തുന്നത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് ഈ അവിടുത്തെയുള്ള ആശുപത്രി അധികൃതരൊക്കെ തന്നെ പറയുന്നത്. ശേഷം ഇയാൾ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറോട് ചികിത്സ ആവശ്യപ്പെടുകയും പ്രാഥമികമായ ചികിത്സ നൽകുകയും ചെയ്തതാണ്. പക്ഷേ തനിക്ക് നൽകിയ ചികിത്സ മതിയായില്ല എന്ന കാരണം പറഞ്ഞാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ ഇയാൾ ചില അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് വിളിക്കുകയൊക്കെ ചെയ്തത്. പിന്നീട് ഡോക്ടർ സുസ്മിത് എന്ന ഒരു ഡോക്ടറാണ്, സുസ്മിത് എന്ന ഡോക്ടർ എത്തി ഈ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഈ ഡോക്ടറോട് പ്രകോപിതനായി ഇയാൾ തട്ടിക്കയറുകയും ഫോൺ പിടിച്ചു വാങ്ങി നിലത്തെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. കോളറിൽ കയറി പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു സംഭവത്തിലാണ് ഈ ഡോക്ടർ കോടഞ്ചേരി പോലീസിൽ പരാതി നൽകുകയും നിലവിൽ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു അഭിജിത്ത് മുഴക്കുന്ന്. പലപ്പോഴും നമ്മൾ ഈ വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് ബോധമില്ലാതെ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. അവർ സ്റ്റാൻഡ് ബൈ ആയിട്ട് ആശുപത്രിയിലെത്തും. അവർ പറഞ്ഞു കേൾക്കുന്നത് വെച്ചായിരിക്കും ചികിത്സയെക്കുറിച്ചൊക്കെ ആലോചിക്കുക. ഡോക്ടർ ആളെ കൊല്ലുമെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും ഈ പൊട്ടിത്തെറിച്ച് പ്രകോപിതരായി ഡോക്ടർമാരെയും വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ള ആളുകളെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ എല്ലാ ഡോക്ടേഴ്സും പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പരമാവധി ഡോക്ടേഴ്സ് പെർഫെക്റ്റ് ആണ് എന്ന ചിന്തയിലാണ് ഞാനും നിങ്ങളും എപ്പോഴും ജീവിക്കുന്നത്. മഞ്ഞപ്പിത്തം പടരുന്നതിൻ്റെ ആശങ്കയിലാണ് മലപ്പുറത്തുകാർ. ഒരാഴ്ചക്കിടെ മരിച്ചത് 3 ആളുകൾ. ഈ വർഷം ഇതുവരെ 1032 പേരിൽ രോഗബാധ സ്ഥിരീകരിച്ചു മലപ്പുറം ജില്ലയിൽ മാത്രം. രോഗം പടരുന്ന സാഹചര്യത്തിൽ നാളെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ട്. മലപ്പുറം ജില്ല കനത്ത ജാഗ്രതയിലാണ്. സമീപ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത വിധം ഇത്തവണ മലപ്പുറത്തെ മലയോര മേഖലകളിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം പടരുകയാണ്. കഴിഞ്ഞ 5 മാസത്തിനിടെ 8 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം മാത്രം 3184 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. 1032 പേരിൽ രോഗം സ്ഥിരീകരിച്ചു. നിലമ്പൂർ മേഖലയിൽ രോഗം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്കയിലാണ്. ഇന്ന് മഞ്ഞപ്പിത്തം ബാധിച്ച് 2 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. കാളികാവ് സ്വദേശി ചന്ദ്രന്റെ മകൻ ജിഗിൽ, പോത്തുകൽ കോടാലിപ്പോയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീർ എന്നിവരാണ് മരിച്ചത്. മരിച്ച ജിഗിൽ ഭിന്നശേഷിക്കാരനാണ്. കഴിഞ്ഞ 1 മാസമായി കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയാണ് മരിച്ചത്. കുട്ടിയുടെ പിതാവും സഹോദരനും രോഗബാധയെ തുടർന്ന് ചികിത്സയിലാണ്. രോഗം കൂടുതലിടങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ചാലിയാറിലും പോത്തുകല്ലിലും നാളെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. തീവ്രവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രോഗം പരത്തുന്ന വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയവും അധികൃതർ രേഖപ്പെടുത്തുന്നു. വിശദ പരിശോധനയ്ക്കായി സാമ്പിളുകൾ തിരുവനന്തപുരത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ പരിശോധന ഫലം ജില്ലയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കരൾ രോഗം ഉള്ളവരിലാണ് മരണസാധ്യത കൂടുതൽ. ഇത്തരക്കാർക്ക് പ്രത്യേക പരിഗണന നൽകാനും നിരീക്ഷിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഒപ്പം ജില്ലയിൽ കനത്ത ജാഗ്രത ശക്തമാക്കാനും. രോഗം പടരുന്ന സാഹചര്യത്തിൽ സ്വയം ചികിത്സ പരമാവധി ഒഴിവാക്കുക. അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ പിന്തുടരാതിരിക്കുക. ശാസ്ത്രീയമായ ചികിത്സാ രീതികൾ മാത്രം പിന്തുടരുക. പരമാവധി വിശ്രമിക്കുക. ഇതിനെല്ലാം അപ്പുറം ജാഗ്രത പാലിക്കുക. മലപ്പുറത്ത് നിന്നും മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24. ഇതിൻ്റെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതിനു മുമ്പ് സുദർശൻ പറയുന്നു പൊതുജനം തേങ്ങയല്ല സാറെന്ന്. എന്തൊട്ട് തേങ്ങയാ സുദർശന പറയുന്നത്? ഒരു വാർത്ത ഇതിനിടയിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. വാമനപുരം നദിയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. നിർഭാഗ്യകരം. ആറ്റിങ്ങൽ താഴെയിളമ്പ പാറക്കടവിന് സമീപം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയാണ് മുങ്ങി മരിച്ചത്. ആനേറയിലെ അർജുൻ എന്ന വിദ്യാർത്ഥിക്കാണ് ഈ ദൗർഭാഗ്യമുണ്ടായത്. 15 വയസ്സുള്ള ആളാണ് അർജുൻ. ഇന്ന് ഉച്ച കഴിഞ്ഞായിരുന്നു ഈ സംഭവം നടന്നത്. ബന്ധുവീട്ടിൽ സന്ദർശനത്തിന് വന്നതായിരുന്നു അർജുൻ. കുളിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് അർജുനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് അർജുൻ കീഴടങ്ങിയായിരുന്നു.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മലപ്പുറത്തെ വാർത്തയുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. എന്നാൽ രോഗം പടരുന്നതിൽ ജനങ്ങൾക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ ചോദിച്ചറിഞ്ഞു. കഴിഞ്ഞ ജനുവരി മാസമാണ് പോത്തുകൽ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പഞ്ചായത്തിൻ്റെ അനാസ്ഥ കാരണം അങ്ങനെ തന്നെ പറയേണ്ടി വരും, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വേണ്ട രീതിയിൽ ഫലപ്രദമായി അത് കണ്ടെത്താനും അതിനെ പ്രതിരോധിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി പഞ്ചായത്ത് തയ്യാറായിട്ടുള്ളത്. വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം പഴയ കോവിഡിൻ്റെ മഹാമാരി പോലെ നമ്മുടെ ഇടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരാണ് കൂടുതൽ മരിക്കപ്പെടുന്നത്. പ്രതിരോധമോ മറ്റുള്ള കാര്യങ്ങളോ ഇതിന് ബാധകമാവുന്നില്ല. ആരോഗ്യവകുപ്പിൻ്റെ ആളുകൾ വേണ്ട രീതിയിൽ മുൻകൈ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു വിപത്തിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ വെള്ളത്തിൽ കൂടിയാണ് ഇത് വ്യാപിക്കുന്നത്. അപ്പം ഈ വെള്ളം മലിനമായിട്ടിരിക്കുന്ന എല്ലായിടത്തും ഇപ്പം മലിനജലം തന്നെയാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ക്ലോറിനേറ്റ് ചെയ്ത് തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാങ്കുകൾ ഉപയോഗിക്കുന്നത് അതൊന്നും അത്ര വൃത്തിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അധികാരികൾ, അതായത് ഈ ആരോഗ്യവകുപ്പും പഞ്ചായത്തും ഒക്കെ ചേർന്ന് ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം അത് ശ്രമിക്കണം. നിലമ്പൂരിൻ്റെ പല മേഖലകളിലും മഞ്ഞപ്പിത്തം പിടിച്ച് ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്. അതിന് വേണ്ടപ്പെട്ട നടപടികളും കാര്യങ്ങളും നമ്മളെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ കൂടിയിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഈ മലയോര മേഖലയിൽ ഇത് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചായിട്ടാണ് അറിവ്. ഇത് പടർന്നു പിടിക്കുമോ, സാധാരണ ആളുകളിലേക്ക് പടർന്നു പിടിക്കുമോ, എത്ര ശ്രദ്ധിച്ചാലും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മലയോര മേഖലകളിലെ നിലമ്പൂർ, ചാലിയാർ, പോത്തൂർ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഈ മഞ്ഞപ്പിത്തം പടർന്ന് പന്തേച്ചിരിക്കുകയാണ്. ആരോഗ്യ വകുപ്പ് പറയുന്ന, സർക്കാർ പറയുന്ന കാര്യങ്ങളും എല്ലാവരും അനുസരിച്ച് അതിനനുസരിച്ചുള്ള ഇതിൽ തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. എല്ലാവരും ചിട്ടയായ രീതികളിൽ സർക്കാർ പറയുന്ന കാര്യം ചെയ്യില്ലെങ്കിൽ ഒരു 10ഓളം ആളുകൾക്ക് ഇപ്പോൾ ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ഈ മഞ്ഞപ്പിത്തം കൊണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ കടുത്ത മേടച്ചൂടിലായിരുന്നു. പല സ്ഥലങ്ങളും ചൂട് സഹിക്കാൻ പറ്റാത്ത വിധം അസഹ്യമായ രീതിയിൽ 41 ഡിഗ്രി സെൽഷ്യസും ഒക്കെ കടന്ന സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ, പാലക്കാട് പോലുള്ള ചില സ്ഥലങ്ങളിൽ 43 ഡിഗ്രിക്കൊക്കെ കഴിഞ്ഞ ഒരു ദിവസം അടുത്തെത്തിയെന്നൊക്കെ ചില സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടു. എന്നാൽ ഇന്ന് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ വിജയൻ അതുപോലെ പവിത്രൻ ബാദുരപ്പറ്റ പല ആളുകളും നമ്മളെ അറിയിക്കുന്നു, നല്ല മഴ ലഭിക്കുന്നു, നല്ല മഴ കിട്ടുന്നു, നല്ല മഴയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ മഴ വന്നു എന്നറിയുമ്പോൾ നമുക്ക് സന്തോഷം. സംസ്ഥാനത്ത് നിന്ന് പല സ്ഥലങ്ങളിലും വേനൽ മഴ ലഭിച്ചു. ഈ പകലിൽ 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. നിങ്ങൾക്കറിയാം, വേനൽ മഴ ശക്തി പ്രാപിക്കുകയും ചൂട് കുറയുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കുറഞ്ഞു എന്ന സന്തോഷകരമായ വാർത്ത KSEB പങ്കുവയ്ക്കുന്നു. നമ്മൾ ശരിക്കും മഴ മുന്നറിയിപ്പൊക്കെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ മുന്നറിയിപ്പുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് കാലാവസ്ഥ മുന്നറിയിപ്പ്? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഈ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിലൊക്കെ മഴ ലഭിക്കുമെന്നായിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതേപോലെ തന്നെ ഇന്ന് ഈ വേനൽ ചൂടിന് ആശ്വാസമായി ആ ജില്ലകളിലൊക്കെ, ആ നഗരത്തിലും അതേപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ മഴ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ അടക്കം ഇത്തരത്തിൽ 1 മണിക്കൂറോളം മഴ ലഭിച്ചു. മണിക്കൂറിൽ ഇത്തരത്തിൽ 40 കിലോമീറ്റർ വീതി കാറ്റും വീശിയടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, അടുത്ത 5 ദിവസത്തേക്ക് കൂടി ഈ വേനൽ മഴയ്ക്കുള്ള ഒരു സാധ്യത പ്രവചിക്കുന്നുണ്ട് കാലാവസ്ഥാ വകുപ്പ് എന്നുള്ളതാണ്. ഈ ജില്ലകളിലൊക്കെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, അതേപോലെ തന്നെ തിരുവനന്തപുരം, പത്തനംതിട്ട ഈ ജില്ലകളിലൊക്കെ മറ്റന്നാളും ഈ തരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മഴ ലഭിക്കുമെന്നൊരു പ്രവചനം കൂടിയാണ്. അത് മാത്രമല്ല, ഈ പൊതുജനങ്ങൾ ആ തരത്തിൽ ജാഗ്രത പാലിക്കണമെന്നും തീരദേശത്തുള്ളവരടക്കം ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്നും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്ത് ലഭിക്കുന്ന വേനൽ മഴ KSEBയെ തുണച്ചു എന്നുള്ളതാണ്. അതായത് ഈ മേടച്ചൂട് ഈ ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഈ വൈദ്യുതി ഉപഭോഗം ഏറ്റവും പീക്കിലായിരുന്ന ഒരു അവസ്ഥയിലാണ്. ഏകദേശം 110 ദശലക്ഷത്തോളം ഒക്കെ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് കുറഞ്ഞ് ഏകദേശം 95 ദശലക്ഷത്തിലേക്ക് എത്തി എന്നുള്ളത് KSEBയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മഴ ലഭിക്കുന്നത് കൊണ്ട് അത് KSEBയ്ക്ക് വലിയ ആശ്വാസമാകുമെന്ന് തന്നെയാണ് അവരുടെയും പ്രതീക്ഷ. എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെയും ഈ തരത്തിൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് കൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിലൊക്കെയും ഇത്തരത്തിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. SK.
ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ. മുഹമ്മദ് ബഷീർ PV പറയുന്നു, വഴിയരിയിലെ വെള്ളം കൂടി നിർത്തിയാൽ തന്നെ മലപ്പുറത്തെ മഞ്ഞപ്പിത്തം അവസാനിക്കും എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് കഴിയില്ല. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ഒരു വാർത്ത അറിയിക്കുന്നു. കുട്ടിക്കാനത്ത് ഒരു ബൈക്ക് കത്തി. തമിഴ്നാട് ചിന്നമന്നൂർ സ്വദേശി മുത്തുവിൻ്റെ ബൈക്കാണ് കത്തിയത്. ബൈക്ക് നിർത്തിയിട്ട ഉടൻ പുക ഉയരുകയും തീ ആളിക്കത്തുകയും ചെയ്തു. ബൈക്ക് തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട മുത്തു ഓടി രക്ഷപ്പെട്ടു എന്നാണ് രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അല്പനിമിഷങ്ങൾക്കകം രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുമെന്നാണ് വിശ്വാസം. മറ്റൊരു വാർത്തയിലേക്ക്, നാട്ടിലെങ്ങും വഴിയോര കച്ചവടങ്ങൾ ഇപ്പോൾ പൊടി പൊടിക്കുക. നിങ്ങൾക്കറിയാം, പുറത്തിറങ്ങിയ വെട്ടി വിയർക്കുന്ന മനുഷ്യരെല്ലാം എന്തെങ്കിലും തണുത്തത് കുടിക്കണമെന്ന ഒറ്റ ആഗ്രഹത്തിലാണ് നടക്കുന്നത്. ഇളനീരും തണ്ണിമത്തനും സംഭാരവും ഉൾപ്പെടെ പാനീയങ്ങളുടെ വിൽപ്പന നാട്ടിലെങ്ങും പൊടി പൊടിക്കുന്നു. വളരെ സജീവം. എന്നാൽ ഇതിൻ്റെയൊക്കെ വിലയോ കേട്ടാൽ നമ്മൾ പൊള്ളിപ്പോകും. ആ രീതിയിലുള്ള വിലയാണ്, പൊള്ളുന്ന വിലയാണ്. ആവശ്യക്കാർ കൂടിയതോടെ 10 രൂപ മുതൽ 15 രൂപ വരെയാണ് ഇളനീരിൻ്റെ വില. വർധന അങ്ങനെയാണ് വർദ്ധിച്ചിരിക്കുന്നത്, പൊള്ളുന്ന വില. കനത്ത ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് കാസർഗോഡ്. ജില്ലയിൽ ചൂട് 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്നിരുന്നു. ഇളനീരും സംഭാരവും തണ്ണിമത്തിനുമൊക്കെയാണ് ഈ ചൂടത്ത് വഴിയാത്രക്കാർക്കുള്ള ഏക ആശ്രയം. മഞ്ചേശ്വരം മുതൽ കാഞ്ഞങ്ങാട് വരേക്കുള്ള യാത്രയിലെവിടെയും ഇങ്ങനെ വഴിയരികിൽ തണ്ണിമത്തനും ഇളനീരും കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഒപ്പം സംഭാരവും സർബത്തും വിൽക്കുന്ന കടകളും. ഈ റോഡിൽ മാത്രമല്ല കേട്ടോ, ജില്ലയിലെ വഴിയോരങ്ങളിലെല്ലാം ചൂടിനെ പ്രതിരോധിക്കാൻ തെരുവ് കച്ചവടം പൊടി പൊടിക്കുകയാണ്. ദീർഘദൂര യാത്രക്കാർ മാത്രമല്ല, രാവിലെ 10 മണിക്ക് ശേഷം വീടിന് പുറത്തിറങ്ങിയ ആരും ആദ്യം തേടുന്നത് ശരീരം തണുപ്പിക്കാനുള്ള മാർഗമാണ്. നല്ല ചൂടാ, പൊള്ളാണ്. തണുപ്പിന് വേണ്ടിയിട്ട് അവിടെ നമ്മളെ മംഗളങ്ങൾ പോകുന്നു. അവിടെ കുറച്ച് AC ഉണ്ട്, അവിടെ നല്ല തണുപ്പുള്ളൂ, വീട് നിൽക്കാൻ പറ്റുന്നില്ല. ആവശ്യക്കാർ കൂടിയതോടെ ഒറ്റയടിക്കാണ് ഇളനീരിൻ്റെ വില വർദ്ധിച്ചത്. ജില്ലയിൽ 30 രൂപ മുതൽ 35 രൂപ വരെ വില ഈടാക്കിയിരുന്ന ഇളനീരിന് ഇപ്പോൾ പലയിടത്തും 45ഉം 55ഉം കടന്നു. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദാഹമകറ്റാനും ശരീരത്തിന് കുളിർമയേകാനും ഇളനീര് ഗുണകരമാണ്. കയറ്റുന്നത് മൈസൂർ നിന്നാണ്, ഇവിടെ ഇറക്കുന്നത് പിന്നെ കാസർഗോഡ് ജില്ലയിൽ ഓരോ കടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇറക്കി കൊണ്ടിരിക്കും. 50, 100, 200 ഇങ്ങനെ ഇറക്കുന്നതാണ്. അപ്പോൾ സാധനം കിട്ടാനുള്ളതുകൊണ്ട് അവിടെ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ സാധനം ഇല്ല. ഇന്നലെ മഴയായിരുന്നു, ഇന്നിപ്പോൾ വേറെ വണ്ടി ലോഡാണ്ടായിരുന്നു, പക്ഷെ ലോഡായില്ല. ലോഡാക്കാൻ പറ്റില്ല, തെങ്ങിൽ കയറാൻ പറ്റില്ല. ചൂട് കൂടുന്നത് കച്ചവടം വർദ്ധിപ്പിക്കുമെങ്കിലും പൊരിവെയിലത്ത് റോഡിൽ നിൽക്കുന്ന കച്ചവടക്കാരുടെ അവസ്ഥയും കഷ്ടം. ചൂടായതുകൊണ്ട് നല്ല കച്ചവടമാണ്. ഇപ്പോൾ ആർക്കും ഭക്ഷണം കഴിക്കാനൊന്നും കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ തണ്ണിമത്തളം ആണ് ഇപ്പോൾ എല്ലാവരും കുടിക്കുന്നത്. നല്ല ചൂടാണ്. എന്നാൽ റോഡിൻ്റെ ചൂടായി, വണ്ടിയുടെ ചൂട്, പിന്നെ ബാക്കിൽ റെയിൽപാളമൊന്ന് അതിൻ്റെ ചൂടെല്ലാകുമ്പോൾ പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ഒരു സമാധാനം. യാത്രക്കാരെയും കാത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ തൊഴിലാളികളും ചൂട് സഹിക്കാനാവാതെ ബുദ്ധിമുട്ടിലാണ്. 5 ലിറ്റർ വെള്ളം പോകണം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട്, കഴിയുന്നില്ല. അത്രയും ചൂട്. പുറത്തിറങ്ങിയാൽ കുറച്ച് കാറ്റിട്ട് അത്ര നമ്മളൊക്കെ വണ്ടി ഉന്താനായി. ചൂട് കൂടിയതോടെ പകൽ സമയത്ത് നഗരത്തിലേക്ക് ആളുകൾ എത്തുന്നത് കുറയുന്നെന്ന പരാതിയും വ്യാപാരികൾക്കുണ്ട്. വേനൽ മഴ ലഭിച്ചെങ്കിലും ജില്ലയിലെ ചൂട് വർദ്ധിക്കുകയാണ്. വഴിയോരങ്ങളിൽ ലഭിക്കുന്ന സംഭാരവും തണ്ണിമത്തനും കക്കിരിയുമൊക്കെയാണ് ജനങ്ങളുടെ ഏക ആശ്വാസം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. അഞ്ജന പറയുന്നു, ഗുഡ് ഈവനിങ് SKN. ഗുഡ് ഈവനിങ്. നല്ല മഴ കിട്ടി, നല്ല മഴ ഉണ്ടാകുന്നു, അതുപോലെ ഇടിയും മിന്നലും ഉണ്ട്. എല്ലാ ജാഗ്രതയും ആളുകൾ പാലിക്കുക എന്നാണ് പറയേണ്ടത്. ഇന്ന് മാതൃദിനമാണ്, അതുപോലെ ലോക നഴ്സസ് ദിനം കൂടിയാണ്. ആ 2 ദിനത്തിലും നമ്മൾ രാവിലെ മോർണിംഗ് ഷോയിൽ ആശംസകൾ നേരുകയും ചെയ്തു. ഒരിക്കൽ കൂടി എല്ലാ അമ്മമാർക്കും ആശംസകൾ, അതുപോലെ മാലാഖമാർ എന്നറിയപ്പെടുന്ന നഴ്സസിനും ആശംസകൾ. ഇനി ഞാൻ ഈ ഇളനീരിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. കർണാടക ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇളനീരിന് മൊത്ത കച്ചവടക്കാർ വില കൂട്ടിയതാണ് വിലയുടെ വർധനവിന് കാരണമായി കച്ചവടക്കാർ നമ്മോട് പറയുന്നത്. ഒരു ഇളനീര് കുടിക്കാൻ കീശ കാലിയാകും എന്ന അവസ്ഥ വന്നതോടെ ഇനി അല്പം വേർത്താലും സാരമില്ല എന്ന മട്ടിലായി പൊതുജനം. ഏറ്റവും വില കൂടിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ചൂടായതുകൊണ്ട് ഈ സാധനമൊന്നും കൂടുതൽ വെക്കാൻ പറ്റുന്നില്ല. അന്നൊക്കെ ഒന്ന് തീർക്കേണ്ടി വരുന്നു. അത്രയും ബുദ്ധിമുട്ടുണ്ട്. കച്ചവടം ആൾക്കാർ വന്നാലല്ലേ കച്ചവടം ഉണ്ടാവും. ഇറങ്ങാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്, അത്രയും ചൂടാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കുറവ് കച്ചവടം, ആൾ വരുന്നില്ല. ചൂടല്ലേ, ചൂട് സമയത്ത് ആരും ഉണ്ടാകുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. കാസർഗോഡ് ജില്ല ടൗൺ മേഖലയിൽ ഭയങ്കര ചൂടാണ്. പണി ബുദ്ധിമുട്ടതാണ്, പണി എടുക്കാൻ പറ്റുന്നില്ല. ഷർട്ടെല്ലാം നനഞ്ഞ്
ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഇതന്നെ ഒരു സമാധാനം. അപ്പോൾ ഷോപ്പിലേക്കുള്ള പാർസൽ വാങ്ങിയിട്ട് പോന്നു അവിടെ സ്റ്റാഫിന്. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. മിനിഞ്ഞാന്ന് അതന്നെ ഒരു ദിവസം മഴ പെയ്തതിലൊരു ചെറിയൊരു ഇതുണ്ടായി. ഭയങ്കര ചൂട്. ഇത് നല്ല വിലയായി, 45 ഉള്ളത് ഇപ്പോൾ 50 ആയി. ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ആൾക്കാർക്ക് വില ഒരു പ്രശ്നമല്ല, സാധനം കിട്ടാനില്ല. ഒന്നാമത് കേരളത്തിൻ്റെ ഇല്ല, കാസർഗോഡും ഇല്ല, ഉള്ളത് ആകെ കർണാടകത്തിൽ വരുന്നത് മാടൂർന്ന്. അവരാണ് നല്ല റേറ്റ് കൊടുത്തിട്ട് നല്ല സാധനം കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ആ ബൈക്ക് കത്തിയ കാര്യം പറഞ്ഞില്ലേ, ഇടുക്കിയിലെ കുട്ടിക്കാനത്ത് ബൈക്ക് കത്തി നശിച്ചു. തമിഴ്നാട് ചിന്നമന്നൂർ സ്വദേശി മുത്തുവിൻ്റെ ബൈക്കിനാണ് തീ പിടിച്ചത്. ഇപ്പോൾ രാഹുൽ വിജയൻ ടെലിഫോണിൽ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ വിജയൻ, എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ആ ദൃശ്യം ആദ്യം പ്രേക്ഷകരെ നമ്മളൊന്ന് കാണിച്ചു തരാം. വളരെ വേഗത്തിലാണ് തീ പിടിച്ചത്. ഇയാൾ ഓടി രക്ഷപ്പെട്ടു, ഈ ബൈക്കിൻ്റെ ഉടമസ്ഥൻ. ശരിക്കും രാഹുൽ വിജയൻ കേൾക്കാമോ? ബൈക്ക് ഏതാണ്ട് കത്തി നശിച്ചു കഴിഞ്ഞു, നമ്മളത് കണ്ടു. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇനി കാര്യങ്ങൾ പറയൂ. ഷോർട്ട് സർക്യൂട്ട് ആകാം ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഓടിക്കൊണ്ടിരുന്നതിനിടയിലാണ് ബൈക്കിൽ നിന്ന് പുകയുയർന്നത് കണ്ട് ഉടൻ തന്നെ ഈ ചിന്നമന്നൂർ സ്വദേശിയായിട്ടുള്ള മുത്തു ബൈക്ക് നിർത്തുകയും അതിൽ നിന്ന് ഇറങ്ങി മാറുകയും ചെയ്തു. ഉടൻ തന്നെ ആ തീ വലിയ രീതിയിൽ ആളിക്കത്തുകയായിരുന്നു. തീ പടരുന്നത് കണ്ട് മുത്തു ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അല്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായേനെ എന്നുള്ളതാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടിക്കാനം ടൗണിനടുത്ത് വെച്ചാണ് ഈ അപകടം അല്ലെങ്കിൽ ഈ ഓട്ടത്തിനിടയ്ക്ക് ബൈക്കിന് തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. സുദർശൻ പറയുന്നു 24 പോലൊരു ജനദ്രോഹ ചാനൽ വേറെയുണ്ടോ? എപ്പോഴും ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും ദ്രോഹിക്കുന്ന ചാനൽ എന്ന് സുദർശന് പറയാൻ കഴിയില്ല. നെറികേടുകളുള്ള സ്ഥലത്ത് നമ്മൾ ശബ്ദിക്കും, അതിനിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നൊരു സ്ഥാപനത്തിന് തുതിപാഠകൻ്റെ കുപ്പായം അണിയാൻ വലിയ ബുദ്ധിമുട്ടാണ് സുദർശൻ. അത് അതിൻ്റെ ആ അർഹിക്കുന്ന ഗൗരവത്തിൽ താങ്കൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി തുടരുകയാണ്. ജോസ്മിൻ ജോസഫ് ചോദിക്കുന്നു, പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയപ്പോൾ നമ്മളെ പഴയ ആൾക്കാരെയൊക്കെ മറന്നു. പഴയ ആൾക്കാരെ അങ്ങനെ മറക്കാൻ പറ്റും? ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ, പാമ്പും പഴകിയാൽ ഫഷ്ടാന്നല്ലേ ആളുകൾ പറയുക. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നു. ഡൽഹി വിമാനത്താവളത്തിൽ 10ലേറെ ആശുപത്രികളിലും ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നു. ബുറാഡി, സഞ്ജയ് ഗാന്ധി ആശുപത്രികളിലും അതുപോലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലും ഇപ്പോൾ ഇമെയിൽ വഴി ബോംബ് ഭീഷണി വന്നുവെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, എപ്പോഴാണ് ഈ ഭീഷണി വന്നത്? ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന രീതിയിൽ ഭീഷണി വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN ഇന്ന് വൈകിട്ട് 3:15 ഇമെയിൽ വഴി ഈ സ്കൂളിൽ ആശുപത്രിയിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന ഭീഷണി സന്ദേശം ലഭിച്ചത്. ആദ്യ സന്ദേശം ലഭിച്ചത് ഡൽഹിയിലെ ബുറാഡി സർക്കാർ ആശുപത്രിയിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. തൊട്ടു പിന്നാലെ സഞ്ജയ് ഗാന്ധി ആശുപത്രിയിൽ സമാനമായ ഒരു സന്ദേശം ലഭിച്ചു. വൈകിട്ട് 6:15 കൂടിയാണ് ഡൽഹി വിമാനത്താവളത്തിൽ, അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന ഇമെയിൽ സന്ദേശം ലഭിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 10ലേറെ ആശുപത്രികളിൽ കൂടുതലായി ഇത്തരത്തിലുള്ള സന്ദേശം ലഭിച്ചിരിക്കുന്നു. ഇവിടങ്ങളിലെല്ലാം തന്നെ പോലീസും ഒപ്പം തന്നെ ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. കൂടാതെ ഫയർഫോഴ്സിന്റെ സംഘത്തെയും ഈ ഭീഷണി ലഭിച്ച സ്ഥലങ്ങളിലേക്ക് എല്ലാം തന്നെ അയച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ ഇതുവരെയും ഒരു സ്ഥലത്തു നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ആശുപത്രിയും വിമാനത്താവളവും ആയതുകൊണ്ട് തന്നെ പരിശോധനകൾ പൂർത്തിയാക്കാൻ ഏറെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ ഇടങ്ങളിലേക്ക്, ആശുപത്രികളിലേക്ക് സമാനമായ സന്ദേശം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ സമാനമായ രീതിയിൽ 131 സ്കൂളുകളിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് വലിയ തോതിൽ ആശങ്ക പടരുകയും തുടർന്ന് ഇവിടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ യാതൊരു വസ്തുവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് 2 ദിവസങ്ങൾക്കകം അഹമ്മദാബാദിലെ സ്കൂളുകളിലും സമാനമായ സന്ദേശം ലഭിച്ചു. പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. റഷ്യയിൽ നിന്ന് അയച്ച ഇമെയിലുകളാണ് ഈ ഭീഷണി സന്ദേശത്തിന് പിന്നിൽ എന്നാണ് പ്രാഥമിക പരിശോധനയിൽ വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ച് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ആശുപത്രികളിലും വിമാനത്താവളത്തിലും സമാനമായ ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. റഫീഖ് പറയുന്നത് SKN ഞായറാഴ്ച നിങ്ങൾ 4-5 പേരിരുന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പരിപാടിയായിരിക്കും നല്ലത്. നമുക്ക് ഞായറാഴ്ച ദിവസം ഈ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടി അല്ലേ വേണ്ടത്? അത് അടുത്ത് നമുക്കൊന്ന് ചിന്തിക്കാം, കുഴപ്പമില്ല. അതുപോലെ ഒരു സുരേന്ദ്രൻപിള്ള ചോദിക്കുന്നു, നിങ്ങൾ എൻകൗണ്ടറിൽ എന്നും ഒരാളെ ഉള്ളൂ, അയാൾ പറയുന്നത് തിരിയുന്നില്ല എന്ന് പറയുന്നു. ആരെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും കുറച്ച് തിരിക്കാൻ ഞാൻ പറയും. നമുക്ക് ചുറ്റും പ്രകാശമാകുന്ന, നമുക്ക് പ്രചോദനം നൽകുന്ന ചില കാര്യങ്ങൾ, ചില വാർത്തകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അതൊക്കെ പോസിറ്റീവായ ന്യൂസാണ്. ബി പോസിറ്റീവ് ഓൾവേസ്.
മലപ്പുറത്ത് നിന്ന് നന്മയുള്ള ഒരു മനസ്സിൻ്റെ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. നാട്ടുകാരുടെ കുടിവെള്ള പ്രയാസത്തിന് പരിഹാരം കാണാൻ സ്വന്തം ചെലവിൽ കുടിവെള്ള വിതരണം നടത്തുകയാണ് ഒരു പഞ്ചായത്ത് അംഗം. തിരൂർ തലക്കാട് പഞ്ചായത്ത് 3-ാം വാർഡംഗം TK ഹമീദാണ് ഒരു നാടിൻ്റെ ദാഹമകറ്റുന്നത്. നന്മയുള്ള ഒരു മനുഷ്യൻ. നാടുനീളെ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോൾ ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെ നോക്കി നിൽക്കാനാകുമെന്നാണ് ഹമീദിന്റെ ചോദ്യം. ഒന്നും നോക്കിയില്ല. സ്വന്തമായുള്ള ലോറി എടുത്തിറങ്ങി, അതിൽ ഒരു ടാങ്കും എടുത്തു വെച്ചു. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ വെള്ളം നിറച്ചു. നാട് മുഴുവൻ വിതരണം ചെയ്യുന്നു. വീടുകൾ കൂടി വന്നപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ലഭ്യത കുറയുകയും പിന്നെ പെട്ടെന്ന് വരാനുള്ള ബുദ്ധിമുട്ടുകളും വന്നപ്പോൾ വെള്ളത്തിന് കൂടുതൽ ക്ഷാമം നേരിട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ആശയം തോന്നിയത്. എൻ്റെ വണ്ടിയിൽ തന്നെ എൻ്റെ കിണറിൽ നിന്ന് വെള്ളമെടുത്ത് വിതരണം ചെയ്യാന്നുള്ള ഒരു ആശയം പിന്നെ എനിക്ക് തോന്നുകയും അങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടു. 10-30 വീടുകളിപ്പോൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യത്തിന് കുടിവെള്ളം ലഭിച്ചതോടെ നാട്ടുകാരും ഹാപ്പി. എല്ലാ കാര്യത്തിനും എപ്പോൾ വിളിച്ചാലും അവിടെ ഉണ്ട്. അമിതാക്കാൻ എപ്പോൾ വിളിച്ചാലും ഏത് രാത്രി വിളിച്ചാലും ആ വെള്ളമായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ഒരു ആശ്വാസമുണ്ട്. ഞങ്ങൾ ഈ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അയാൾ എത്ര അജ്ജ് ചെയ്താലും അതിൻ്റെ ഒരു പുണ്യത്തിന് ഒക്കൂല ഒരു കാര്യം. അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ കാര്യങ്ങളും അയാളോട് വന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ കാര്യത്തിൽ നിന്നല്ല, എല്ലാ കാര്യത്തിലും അയാൾ മറ്റുള്ള രാഷ്ട്രീയങ്ങളൊന്നും നോക്കലില്ല. ഇത്രയും പുണ്യമുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും. ഞങ്ങൾ അത്രയും വെള്ളമില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ അദ്ദേഹം കുറച്ച് കുഴൽക്കിണർ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അമിതാക്ക വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഏറ്റവും ആനുകൂല്യം ഉണ്ടായിട്ടുണ്ട്. മൂപ്പര കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അത് അയാളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വേനൽക്കാലത്ത് കുടിവെള്ള പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാറുണ്ട്. പണം നൽകിയും അല്ലാതെയും ജനങ്ങൾ ഇത് സ്വീകരിക്കാറുമുണ്ട്. എന്നാൽ ഹമീദിനെ പോലെയുള്ളവർ വളരെ വിരളമാണ്. അക്ഷരം തെറ്റാതെ വിളിക്കാം ജനപ്രതിനിധി എന്ന്. സമീർ ബിൻ കരീം, 24, തിരൂർ. ഹമീദ്, നിങ്ങൾക്ക് എന്തായാലും നമ്മൾ 24-ൻ്റെ ഒരു സല്യൂട്ട് നൽകുന്നു. ഇങ്ങനെയുള്ള നന്മ മരമായിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ഒരു വലിയ കരുത്തായി മാറും. മഞ്ജു പറയുന്നത് SK അല്ലെങ്കിലും സത്യം പറയുന്നവരെ ആളുകൾ ഇഷ്ടപ്പെടില്ല. ആർക്കും അതുകൊണ്ട് സത്യം പറയാതിരിക്കാൻ പറ്റുമോ? സത്യത്തിനൊപ്പം എപ്പോഴും 24 നിൽക്കട്ടെ. പരമാവധി നമ്മൾ അതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. പിഴവുകൾ ഉണ്ടാകുന്നില്ല എന്നല്ല, ചിലപ്പോഴൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാം. തെറ്റ് പറ്റുന്നത് മാനുഷികവും അത് പൊറുക്കുന്നത് ദൈവികവുമാണെന്നല്ലേ അലക്സാണ്ടർ പോപ്പ് പറഞ്ഞിരിക്കുന്നത്. ആ വഴിക്കാണ് നമ്മൾ. പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ പോലെയാണ് കടുത്തുരുത്തിയിലെ കാര്യം. നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ബൈപ്പാസിലേക്ക് കയറിയാലോ അതിനേക്കാൾ വലിയ കുരുക്കാണ് അവിടെ. റോഡ് നിർമ്മാണത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതി പൂർത്തിയാകാതെ വന്നതോടെ വലിയ യാത്രാ ദുരിതമാണ് കടുത്തുരുത്തി വഴി കടന്നു പോകുന്ന ആളുകൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തിലധികമായി കടുത്തുരുത്തിക്കാർ കാത്തിരിക്കുകയാണ് ഈ ബൈപ്പാസിന് വേണ്ടി. എന്നാൽ നാളിതുവരെ ഈ ബൈപ്പാസ് തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നഗരത്തിലൂടെയുള്ള യാത്ര അത്രമേൽ ദുഷ്കരമാണ്. എന്നിട്ടും പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതാണ് ജനങ്ങളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. 2001 വിഭാവനം ചെയ്തതാണ് ഈ കാണുന്ന ബൈപ്പാസ് റോഡ്. 2009 നിർമ്മാണവും ആരംഭിച്ചു. കടുത്തുരുത്തി ITC ജംഗ്ഷൻ മുതൽ ബ്ലോക്ക് ജംഗ്ഷൻ വരെ 1.5 കിലോമീറ്റർ നീളത്തിലും 14 മീറ്റർ വീതിയിലുമാണ് ബൈപ്പാസ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. എന്നാൽ നാളിതുവരെ പണി പൂർത്തിയാക്കി ബൈപ്പാസ് തുറന്നു നൽകാൻ സാധിച്ചിട്ടില്ല. ചുവപ്പ് നാടയിൽ കുടുങ്ങി പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയാണ്. കടുത്തുരുത്തിയെ സംബന്ധിച്ച് ഒത്തിരി പോപ്പുലേഷൻ പ്രഷറുള്ള ഒരുമാതിരി നല്ലൊരു ഏരിയയാണ്, ടൗണാണ്. അത് ശരിക്കും ITC ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ട് ബ്ലോക്ക് ജംഗ്ഷൻ വരെ ഉള്ള മേഖലയിൽ പിന്നെ പാലായിൽ നിന്ന് വരുന്ന റോഡ് കൂടിയുണ്ട്. അപ്പം മൊത്തം ഈ ആൾക്കാർ വന്നിട്ട് ഈ ടൗൺ അങ്ങ് കൺജസ്റ്റഡ് ആവുക. അപ്പോൾ ഒരു ബൈപ്പാസ് വന്നാൽ തീർച്ചയായിട്ടും ഏറ്റുമാനൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് നേരെ എറണാകുളം പോകുന്നവർക്കും വൈക്കം പോകുന്നവർക്കും ഒക്കെ ഇത് ഭയങ്കര പ്രയോജനകരമാകും. 5 കോടി രൂപ വിനിയോഗിച്ചാണ് ബൈപ്പാസിന്റെ ആദ്യഘട്ട നിർമ്മാണം തുടക്കം കുറിച്ചത്. 2ാം ഘട്ടത്തിൽ ഫ്ലൈ ഓവറും പാലം നിർമ്മാണവും റോഡിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും നടപ്പാക്കി. എന്നാൽ
അവസാന ഘട്ടത്തിലെ പണികളാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. റോഡ് ഉയർത്തൽ, അടിപ്പാത നിർമ്മാണം, വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ, ടാറിംഗ് എന്നീ ജോലികളാണ് ഇനി നടക്കേണ്ടത്. അതേസമയം രാഷ്ട്രീയ തർക്കങ്ങളാണ് പദ്ധതി ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്ന ആക്ഷേപവും ശക്തമാണ്. അടുത്തിടെ പ്രഖ്യാപിച്ച ബൈപ്പാസുകൾ പോലും ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്ത കഥ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ടും കടുത്തുരുത്തിക്കാരോട് എന്തുകൊണ്ട് അവഗണന എന്നുള്ള ചോദ്യമാണ് ഇവിടെയുള്ളവർ ചോദിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. രാജൻ പുളിമൂട്ടിന് ഒരു യൂട്യൂബ് കമന്റ്, അദ്ദേഹം പറയുന്നത് ഹരിഹരൻസ് ഫിൽത്തി കമന്റ് വാസ് വെൽക്കംഡ് ബൈ ഓഡിയൻസ് ആസ് വെൽ ആസ് ദ ഡയസ് വിത്ത് അപ്ലാസ് എന്നാണ്. അവരെന്തുകൊണ്ട് എതിർത്തില്ല? ഈ വടകരയിൽ നടന്ന സംഭവമാണ് ഹരിഹരൻ്റെ കമന്റ്. ആ ശരിയല്ലാത്ത കമന്റ് കേട്ട് അവിടുത്തെ ജനങ്ങൾ കൈയടിച്ചു. ആരും എതിർക്കാഞ്ഞത് എന്തെന്നാണ് രാജൻ പുളിമൂട്ട് ചോദിക്കുന്നത്. നമ്മുടെ ഒരു മാസ് ഹൈക്ക് അങ്ങനെ തന്നെയാണ്. അത്ര തീവ്രമായിട്ട് അവർ ആലോചിച്ചിട്ടുണ്ടാകില്ല എന്നും കൂടി ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ അരുൺ പാറയ്ക്കൽ ഒരു ചെറിയ വിവരം അറിയിക്കുന്നുണ്ട്. കാസർഗോഡ് നഗരത്തിൽ സ്ഥാപിച്ച ഒരു കൂറ്റൻ പരസ്യ ബോർഡ് കനത്ത കാറ്റിൽ തകർന്നു വീണു. ഭാഗ്യം, ആർക്കും പരിക്കില്ല. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കൂറ്റൻ പരസ്യ ബോർഡാണ് ഇപ്പോൾ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് തകർന്നു വീണതെന്ന് പറയുന്നു. ഈ ദുരിതയാത്രയ്ക്ക് ഒരു അന്ത്യവുമില്ല എന്ന് ചിന്തിക്കുന്ന നാട്ടുകാരുണ്ട് ഇപ്പോൾ കടുത്തുരുത്തിയിൽ. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമ്മളിന്ന് പോയി വരാം. ഭയങ്കര ഗതാഗത തടസ്സം സംഭവിക്കുന്നുണ്ട്. ഇത് എത്രയും വേഗം പൂർത്തിയാകേണ്ടതാണ് ബൈപ്പാസ്. സാധാരണക്കാർക്ക് വളരെ ഗുണപ്രദമായി. എന്തെങ്കിലും ഒരു ജാഥയോ ഇതൊക്കെ നടക്കുമ്പോഴത്തേന് കടുത്തുരുത്തി മൊത്തം സ്തംഭിക്കുമോ? അപ്പോൾ കടന്നു പോകാൻ വേറൊരു വഴിയില്ല ഇവിടെ. കോട്ടയം വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്നൊരു സ്ഥലമാണ് കടുത്തുരുത്തി. ഇതിനിടയ്ക്കുള്ള സ്ഥലങ്ങൾ ഇത്രയും ബ്ലോക്കില്ല. കടുത്തുരുത്തി ടൗണിൽ വേറെ ഒരു ബൈ റോഡ് ഇല്ലാത്തതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. സ്ഥിരം വണ്ടി ഓടിക്കുന്നത്, ഞങ്ങൾ സ്ഥിരം ഇതുവഴി പാസ്സാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്നുവെച്ചാൽ ഇത് വന്നാൽ മാത്രമേ പ്രയോജനമുള്ളൂ. ഇവിടെ ഒരു വണ്ടി തിരിഞ്ഞാൽ പണി പാളും. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കരമന അഖിൽ വധക്കേസിൽ നേരിട്ട് പങ്കുള്ള 2 പ്രതികൾ കൂടി പോലീസ് പിടിയിലായി. അഖിൽ എന്ന അപ്പു, വിനീത് രാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മർദ്ദനമേറ്റ് റോഡിൽ വീണ അഖിലിൻ്റെ ദേഹത്തേക്ക് കല്ലെടുത്തിട്ടത് ഈ വിനീത് രാജാണ്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുൾപ്പെടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇപ്പോൾ 6ആയി. 2019 അനന്തു വധക്കേസിൽ ഉൾപ്പെട്ട 2 പ്രതികളാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ. 1 മിനിറ്റിൽ ജീവനെടുത്ത ക്രൂരതയായിരുന്നു കരമന അഖിൽ കൊലപാതകം. ആയുധങ്ങളൊന്നും കരുതാതെ എത്തിയ 4 സംഘം കയ്യിൽ കിട്ടിയ കമ്പും വടിയും ഉപയോഗിച്ച ശരീരം മുഴുവൻ അടിച്ചു തകർത്തു. മരണമുറപ്പിക്കാൻ കോൺക്രീറ്റ് കട്ട പലതവണ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആഴ്ചകൾ നീണ്ട ആസൂത്രണമാണ് പൈശാചിക കൊലപാതകത്തിനും പിന്നിൽ. ബാറിലേക്ക് കയറുമ്പോൾ വാതിലിൽ നിന്ന് മാറിക്കൊടുക്കാത്തതിലെ തർക്കമാണ് കരമനയിൽ ജീവനെടുത്തത്. പ്രതികാരം തീർക്കാൻ പ്രതികൾ കൊല്ലപ്പെട്ട അഖിലിന്റെ താമസ സ്ഥലവും ദിനചര്യയും നിരീക്ഷിച്ച് മനസ്സിലാക്കി. ഒരാഴ്ച നീണ്ട ആസൂത്രണത്തിന് ശേഷമാണ് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ അഖിലിനെ തേടിയെത്തിയത്. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് ആകെ 6 പ്രതികൾ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത അഖിൽ എന്ന അപ്പു തമിഴ്നാട്ടിൽ നിന്നും, വിനീത് രാജ് രാജാജി നഗറിൽ നിന്നും പിടിയിലായി. കൊലയാളി സംഘത്തിനായി ഇന്നോവ കാർ ഓടിച്ച അനീഷാണ് മറ്റൊരു പ്രതി. ഗൂഢാലോചന നടത്തിയ ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരും അറസ്റ്റിലായി. അറസ്റ്റിലായ പ്രതികളിൽ ഹരിലാലും കിരൺ കൃഷ്ണയും 2019 അനന്തു വധക്കേസിലെയും പ്രതികളാണ്. ജാമ്യത്തിലുള്ള ഇവർ കോടതിയിൽ ഹാജരായി മടങ്ങിയെത്തിയ ശേഷമാണ് കൊലപാതകത്തിന് കൂട്ടുനിന്നത്. അനന്തു ഗിരീഷ് എന്ന യുവാവിനെ ക്രൂര പീഡനത്തിനിരയാക്കി കൊന്നവർ തന്നെ 5 വർഷത്തിനു ശേഷം അഖിലെന്ന ചെറുപ്പക്കാരന്റെയും ജീവനെടുത്തു. ദേശീയപാതയിൽ നിറമൺകരയ്ക്ക് സമീപമുള്ള കാടുപിടിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന മൃഗീയമായി മർദ്ദിച്ചാണ് 2019 അനന്തുവിനെ കൊലപ്പെടുത്തിയത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ പ്രതികൾ അനന്തുവിന്റെ 2 കൈകളിലെയും കാലുകളിലെയും ഞരമ്പുകൾ മുറിച്ചു. കണ്ണുകളിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു. തലയ്ക്ക് കല്ലുകൊണ്ടടിക്കുകയും കാലിലെ മാംസം മുറിച്ചു മാറ്റുകയും ചെയ്തു. അനന്തു ജീവന് വേണ്ടി പിടയ്ക്കുമ്പോൾ ചുറ്റും നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടി അട്ടഹസിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച പ്രതികൾ ക്രൂരതയാസ്വദിച്ചു. കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെയാണ് പ്രതികൾ ജാമ്യത്തിലിറങ്ങിയത്. തുടർന്ന് തലസ്ഥാന നഗരത്തിൽ വീണ്ടും അരുംകൊല അരങ്ങേറി. ബാറിലെ തർക്കത്തിന്റെ പേരിൽ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം കഴിഞ്ഞ 5 വർഷത്തിനിടെ നടന്നത് 70-ലധികം ഗുണ്ടാക്രമണങ്ങൾ. ഇതിൽ കൊല ചെയ്യപ്പെട്ടത് 3 പേർ. ഒടുവിലത്തെ ഇര കരമനയിൽ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ട അഖിൽ. കൊടും ക്രിമിനലുകൾ നഗരം വാഴുമ്പോൾ എന്ന് തീരും ഈ മരണക്കളി? MG പ്രതീഷ്, 24, തിരുവനന്തപുരം.
എല്ലാ പ്രതികളെയും എത്രയും വേഗം പിടിക്കട്ടെ. അത്ര നിർദ്ദയമായ കൊലപാതകമാണ് നഗരത്തിൻ്റെ മധ്യത്തിൽ തിരുവനന്തപുരത്ത് കരമനയിൽ അരങ്ങേറിയത്. ചെറിയൊരു വാക്കേറ്റമാണ് ഇത്തരമൊരു അരും കൊലയ്ക്ക് ഇവരെ പ്രേരിപ്പിച്ചതെന്നറിയുമ്പോൾ മയക്കുമരുന്നിൻ്റെയും അതുപോലെ MDMA ഒക്കെ സ്വാധീനത്തിലാണ് ചിലപ്പോൾ ഇവരെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. എന്തായാലും ഇവരെയൊക്കെ നമുക്ക് വെളിച്ചം കാണിക്കാൻ കഴിയില്ല പുറത്ത്. അത്ര കൂടുതൽ അപകടകരമായ ജീവിതശൈലി തിരഞ്ഞെടുത്ത ആളുകളാണ് ഇവരൊക്കെ. അബ്ദുറഹ്മാൻ ചോദിക്കുന്നു, ഇന്ന് അന്തിച്ചർച്ചയുണ്ടോ? ഹാഷ്മി കോട്ടിട്ട് റെഡിയായോ? വിഷയം ഹരിഹരനാണോ? താങ്കളത് എങ്ങനെ ഊഹിച്ചെടുത്തു? ഹരിഹരൻ്റെ പ്രശ്നം തന്നെയാണെന്ന് ചർച്ച ചെയ്യുന്നത്. ഹാഷ്മി കോട്ടിട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി വൈകില്ല, വളരെ നേരത്തെ തന്നെ എൻകൗണ്ടർ തുടങ്ങും. പ്രതികരണ വേദിയെ തുടരുകയാണ്. ഈ കരമനയിലെ കൊലപാതകത്തിൻ്റെ വാർത്ത കണ്ടപ്പോൾ ഫെവിൻ ഫറൂഖ് ചോദിക്കുന്നു, ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടുന്നത്? അവർക്ക് ജാമ്യം കിട്ടിയതല്ല, മറ്റേ നേരത്തെയുള്ള കേസിൽ 90 ദിവസം അവർ ജയിലിൽ കിടന്നു. പരമാവധി ഒരാളെ നമുക്ക് 90 ദിവസമല്ലേ അകത്തിടാൻ പറ്റൂ. അത് കഴിഞ്ഞപ്പോൾ അയാൾ ജാമ്യം കിട്ടി പുറത്തു വന്നതാണ്. ആ പുറത്ത് വന്ന ഈ 14 പ്രതികളിൽ 4 പേരാണ് ഈ കേസിൽ ഉൾപ്പെട്ടത്. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു, ബൈജു ആണ് പറഞ്ഞത്, കാസർഗോഡ് ആ ബോർഡ് വീണതിൻ്റെ കൂടുതൽ വാർത്തകളും ദൃശ്യങ്ങളും വന്നില്ലേ? അതിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ശക്തമായ കാറ്റിൽ കാസർഗോഡ് നഗരത്തിൽ സ്ഥാപിച്ച ഒരു കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നു വീണു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പരസ്യ ബോർഡാണ് തകർന്നത്. ഭാഗ്യം ആളപായമൊന്നും ഇല്ല. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പ്രേക്ഷകരെ കാണിക്കുകയാണ്. അതെ, ബോർഡ് തകർന്നു വീഴുന്നതിൻ്റെ പടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ആളപായമില്ല എന്ന ആശ്വാസകരമായ വാർത്തയുണ്ട്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു. അരുൺ, പറയൂ വിശദാംശങ്ങൾ. SKN പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ച ജ്വല്ലറിയുടെ വലിയ കൂറ്റൻ ബോർഡാണ് തകർന്നു വീണത്. 6 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. കാസർഗോഡ് ജില്ലയിൽ ചെറിയൊരു മഴയുണ്ടായിരുന്നു. അതിനൊപ്പം ശക്തമായ കാറ്റാണ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായത്. ഈ കാറ്റത്താണ് ആദ്യം ആടി ഉലഞ്ഞ ഈ ബോർഡ് ഉണ്ടായത്. ആ സമയത്ത് ഈ ബസ് സ്റ്റാൻഡിലേക്കൊക്കെ നിരവധി ആളുകൾ പോകുന്ന സമയമാണ്. മാത്രമല്ല അതിന് ഓരത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഈ ബോർഡ് വീഴുന്നതിന് തൊട്ടടുത്തായി ആ സമയം ആളെ ഇറക്കുന്നതിന് വേണ്ടി എത്തിയത് നമുക്ക് കാണാം. തൊട്ടപ്പുറത്തൊരു കാറുണ്ടായിരുന്നു. ഒരു സ്ത്രീയും പുരുഷനും അങ്ങോട്ട് നടന്നു പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ആർക്കും പരിക്കേറ്റിട്ടില്ല, ആളപായമൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. വലിയ ബോർഡാണ്, കൂറ്റൻ ബോർഡായിരുന്നു ജ്വല്ലറിയുടെ. അതാണ് ഈ കെട്ടിടത്തിന് മുകളിൽ നിന്ന് 6 മണിയോടുകൂടി താഴെ വീണത്. SK. ഓക്കെ, താങ്ക് യു. അരുൺ പാറാട്ടാണ് നമുക്കൊപ്പം, അരുൺ പാറയ്ക്കലാണ് നമുക്കൊപ്പം ചേർന്ന്. അരുൺ പാറാട്ട് അങ്ങ് ദുബായിലാണ് എന്ന് പ്രേക്ഷകർ ഓർമ്മിക്കുക. ഇപ്പോൾ സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് അറിയിക്കുന്നു, തിരൂരിൽ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായി. തിരൂർ സ്വദേശികളായ പൊന്നാത്ത് മുനീർ, കാവുങ്ങപ്പറമ്പിൽ സലീം, പൊട്ടച്ചോല പറമ്പിൽ സുബീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏഴൂർ സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച കേസിലാണ് പോലീസിൻ്റെ നടപടി. മറ്റൊരു വാർത്തയിലേക്ക്, ആയിരക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കിയ ഒരു നഗരസഭാ നടപടിയെപ്പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പാലക്കാട്ട് മണ്ണാർക്കാട് നഗരസഭയ്ക്ക് കീഴിലെ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയതോടെ യാത്രക്കാർ പ്രതിസന്ധിയിലായി. 2016 ലോകബാങ്ക് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ്റെ ടാങ്ക് നിറഞ്ഞു കവിഞ്ഞതിനാൽ അടച്ചിടുന്നുവെന്നാണ് നഗരസഭ നൽകുന്ന വിശദീകരണം. പക്ഷേ ദൂരയാത്ര കഴിഞ്ഞ് സ്റ്റാൻഡിലെത്തുന്ന തങ്ങൾ പിന്നെ എന്ത് ചെയ്യുമെന്നാണ് യാത്രക്കാർ നമ്മോട് ചോദിച്ചു കളഞ്ഞത്. ദിനംപ്രതി ആയിരങ്ങൾ വന്നു പോകുന്ന മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെ നഗരസഭയ്ക്ക് കീഴിലുള്ള ശുചിമുറിയാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഈ 12 മണിക്ക് ശേഷം ഇത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത്. നമുക്ക് എന്താണ് സാഹചര്യമെന്ന് അന്വേഷിക്കാം. ഈ സ്ത്രീകളൊക്കെ അന്വേഷിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ശുചിമുറിയെക്കുറിച്ചാണ്. പക്ഷേ പകൽ 12 മണി കഴിയുന്നതോടെ ഇവയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് ഇവർക്കറിയില്ല. ദൂരെ ദിക്കുകളിൽ നിന്നടക്കം സ്റ്റാൻഡിലെത്തി ശുചിമുറി അന്വേഷിച്ചെത്തുന്നവർ പ്രയാസത്തോടെ മടങ്ങുകയാണ്. ഒരു സ്ത്രീ അതിൻ്റെ ബാക്കിൽ പോയിട്ട് മൂത്രമൊഴിക്കേണ്ട ഒരവസ്ഥ വന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഡിഗ്നിറ്റിനെയാണ് അത് ബാധിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്രയും മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടാണല്ലോ ഇങ്ങനെ പരസ്യമായിട്ട് മൂത്രമൊഴിക്കുക എന്നുള്ളത്. അത് നമുക്കൊക്കെ ഒരു അപമാനമാണ്. ഇതിന് 3 രൂപ മൂത്രമൊഴിക്കാനും 5 രൂപ മറ്റേ പോകാനും വേണ്ടിയിട്ട് ഇവർ വാങ്ങുന്നുണ്ട്. ലോകബാങ്കിൻ്റെ പണം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിക്കണേ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക ഇവരുടെ ഉത്തരവാദിത്തമല്ലേ. ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ശുചിമുറിയുടെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കവിഞ്ഞതാണത്രേ പ്രതിസന്ധിക്ക് കാരണം. ആയിരക്കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന ഇടമെന്ന നിലയ്ക്ക് ഇതെന്തുകൊണ്ട് മുന്നിൽ കണ്ടില്ലെന്ന ചോദ്യമാണ് യാത്രക്കാർ ഉന്നയിക്കുന്നത്. സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ മാത്രമല്ല, ബസ് ജീവനക്കാരും ഓട്ടോ ഡ്രൈവർമാരും എല്ലാം ആശ്രയിച്ചിരുന്നത്
ഈ ശുചിമുറികളെ ആയിരുന്നു. ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കിട്ടുമ്പോഴാണ് മൂത്രമൊഴിക്കാൻ പോവുക. അതും കൂടെ കഴിയുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ മൂത്രമൊഴിച്ചാൽ ഇതുവരെ മൂത്രമൊഴിച്ചിട്ടില്ല. വേറെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. 2018 അന്നത്തെ ഭരണസമിതി യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിന്റെ പുറകുവശത്തുണ്ടായിരുന്ന ശുചിമുറി യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഭാഗത്തേക്ക് മാറ്റുകയായിരുന്നു. അന്നു തൊട്ട് ഇന്നുവരെ നഗരസഭ നേരിട്ടാണ് ഇത് നടത്തിവരുന്നത്. കണ്ടില്ലേ, ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ. ശുചിമുറികൾ അടഞ്ഞുകിടക്കും. വരാൻ പോകുന്നത് മഴക്കാലമാണ്. അതിനു മുൻപെങ്കിലും ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അനൂപിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് യാത്രക്കാർ പരവശരായി വരുമ്പോൾ അവരുപയോഗിച്ച കംഫർട്ട് സ്റ്റേഷൻ അടയ്ക്കാനുണ്ടായ ധൃതി തുറക്കാൻ കാണിക്കുന്നില്ല എന്നാണ് ജനങ്ങൾ പ്രതികരിച്ചത്. പ്രതികരണങ്ങളിലേക്ക്. ടാങ്കെല്ലാം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും പിന്നീട് അത് കുറച്ച് ദിവസം പൂട്ടിയിട്ട് പിന്നെ അത് നേരെയാക്കി എന്ന് നഗരസഭയിൽ നല്ല പൈസ ചിലവാക്കി തന്നെ നേരെയാക്കുകയും ചെയ്തതാണ്. പക്ഷെ പിന്നെ വീണ്ടും അടച്ചിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിനകത്ത് ഇത് പറഞ്ഞത് ഇതിപ്പോൾ ഇനിയും കുറേ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ ദൈനംദിനം ഇത് പ്രവർത്തിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങളോട് എല്ലാം സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിലും ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത്. അത് യാത്ര ചെയ്തിട്ട് വരുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. ദൂരം നിന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ വന്നിട്ട് യാത്ര ചെയ്തിട്ട് വരുമ്പോൾ അങ്ങനെ അടച്ചിട്ട് കാണുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ല ബുദ്ധിമുട്ട് തന്നെ. യാത്രക്കാർക്കും ജീവനക്കാർക്കും യാത്രക്കാർക്കും നല്ല ബുദ്ധിമുട്ടാണ്. ഇവർ രാവിലെ കുറച്ച് നേരം തുറക്കും, പിന്നെ മറ്റു യാത്രക്കാരൊക്കെ ഇവിടെ നിൽക്കല്ലേ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഇവിടെ വേറെ സൗകര്യമില്ല. ഇവിടെ സാധാരണ ഹോട്ടൽ പോലും ഇല്ല. യാത്രക്കാർക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെ. ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക് ബുദ്ധിമുട്ട് തന്നെ. ദൂരം നിന്ന് വരുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ടല്ല. എല്ലാ സൗകര്യം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് പ്രവർത്തനമല്ല. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ലിൻഡോ MP പറയുന്നു, നമ്മുടെ നാട്ടിലൊരു പൊതു ശുചിമുറി സംസ്കാരം ഇല്ല. ഞാൻ ഒരു കാര്യം ചില ആൾക്കാരുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല, നമ്മുടെ പെട്രോൾ പമ്പുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് പ്രത്യേകം ശുചിമുറികളും മൂത്രപ്പുരകളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഈ സൗകര്യം ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ ജില്ലാ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രേക്ഷകരുടെ എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനം ഉണ്ടാകും. ഈ മെയ് അവസാനം മുതൽ ജില്ലാ സമ്മേളനം തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ ചില നമ്പറുകൾ നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ സ്ക്രീനിൽ 2 നമ്പറും ഉണ്ട്. അതേപോലെ ഇമെയിൽ ID ഉണ്ട്. 24connect@24news.com എന്ന ഇമെയിൽ IDയിലും നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാം. അപ്പോൾ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. പേരുകൾ രജിസ്റ്റർ ചെയ്ത ആളുകളെ മാത്രമേ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ കഴിയൂ. ഇനി സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്ന കാലമാണ്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. വ്യാജൻ അയോധ്യ റാം മന്ദിറിൽ രാഹുൽ ഗാന്ധി ദർശനം നടത്തിയെന്നും ഭക്തർ വരവേറ്റത് മോദി മോദി എന്ന വിളിയോടെയാണെന്നും പറഞ്ഞൊരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. സത്യാവസ്ഥ നോക്കാം നമുക്ക്. റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം അയോധ്യ റാം മന്ദിറിലെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ദർശനം കഴിഞ്ഞ് മടങ്ങിയ രാഹുൽ ഗാന്ധിക്ക് നേരെ ചുറ്റുമുള്ളവർ മോദി എന്ന് ആർത്തു വിളിക്കുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോ. എടുത്തു പറഞ്ഞാൽ BJP അനുകൂലികളുടെ വാളുകളിൽ. സീസണൽ ഭക്തനുള്ള മറുപടി എന്ന അടിക്കുറിപ്പോടെ വിഷ്ണുപ്രസാദ് മിശ്ര എന്ന RSS പ്രവർത്തകന്റെ എക്സ് പേജിലാണ് ഈ വീഡിയോ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ 24ന്റെ ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഈ വീഡിയോ വ്യാജമെന്ന് കണ്ടെത്തി. സത്യത്തിൽ ഈ വീഡിയോ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്ര സമയത്ത് ജാർഖണ്ഡിലെ ബാബ ബൈദ്യനാഥ് ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ഉള്ളതാണ്. അന്ന് കോൺഗ്രസ് BJP പ്രവർത്തകർ ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിരുന്നു. അതാണ് റാം മന്ദിറിലേതെന്ന് പറഞ്ഞ ഇപ്പോൾ തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. പ്രേക്ഷകർക്കറിയാം, ഇന്ന് മാതൃദിനമാണ്. ഈ മാതൃദിനത്തിൽ ഗോപിനാഥ് മുതുകാടിൻ്റെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൽ ഒരമ്മ എത്തി. ആരാണെന്ന് നമുക്ക് നോക്കാം. അതാണല്ലോ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പാടിയൊരു പാട്ടറിയാമല്ലോ അല്ലേ? അമ്മാ എന്നഴയ്ക്കാതെ ഉയിരില്ലയേ, അമ്മാവൈ വണങ്ങാതെ ഉയർവില്ലേ എന്നാണ്. അമ്മ എന്ന് വിളിക്കാത്ത ഒരു ജീവൻ പോലും ഇല്ല.
അമ്മയെ വണങ്ങാതെ ഒരു ഉയർച്ചയും ഒരാൾക്കും ജീവിതത്തിലുണ്ടായിട്ടില്ല. വലിയൊരു അമ്മ മനസ്സുമായി വന്ന മല്ലിക ചേച്ചിക്ക് നമസ്കാരം. അപ്പോൾ ഇതോടെ നമ്മൾ ഇന്നത്തെ ഈ പ്രതികരണ വേദിയുടെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു.